ഹലോ. അപ്പോൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഡേ 2 നമ്മൾ ബാട്ടു കേവ്സ് ആണ്. ഇത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. മലേഷ്യൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ബാട്ടു കേവ്സ് ആൻഡ് ദ സ്റ്റാച്ചു. ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 സംതിങ് എന്തോ വരും. ഇത് കയറാൻ കുറച്ച് പാടുള്ള പോലെ എനിക്ക് തോന്നി. പക്ഷേ ജോക്കുട്ടനും നീച്ചൊക്കെ സ്പീഡിൽ കയറി. പക്ഷെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു എങ്ങനെയാണെങ്കിലും. ആൻഡ് ഈ ഒരു മുരുകൻ്റെ ടെമ്പിൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇവിടുത്തെ ബാട്ടു കേവ്സിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാച്ച് ഫാക്ടറിയിലേക്കാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ബ്രാൻഡ്സ് ഇവിടെ കണ്ട ബ്രാൻഡ്സൊക്കെ അത്ര ഫെമിലിയർ അല്ല. എനിക്ക് എല്ലാ ബ്രാൻഡ്സും അറിയില്ല, എന്നാലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബ്രാൻഡ്സ് ഒന്നും ഇവിടെ കണ്ടില്ല. ആൻഡ് ഞങ്ങൾ ഇവിടുന്ന് അധികം പർച്ചേസും ചെയ്തില്ല. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ സംഭവവും ഇത് നമ്മൾ എടുത്ത് നോക്കിയായിരുന്നു. ഇത് ജപ്പാൻ ബ്രാൻഡാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ജ്വല്ലറീസ് ഒന്ന് കളക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം 75 റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1800 1500 ആ റേഞ്ചിലൊക്കെ വരും. അപ്പം ഞാനിങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഞാൻ ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ലായിരുന്നു. ആൻഡ് മലേഷ്യയിൽ വന്നിട്ട് മലേഷ്യയിലെ മഴ കാണാതെ പോകരുതല്ലോ. യെസ്, അവിടുന്ന് മഴയും കണ്ട് നമ്മൾ മേരെ പോകുന്ന എങ്ങോട്ടാ? ജെൻറ്റിങ് ഹൈലൻഡ്സ്. ഇതാണ് എൻ്റെ ഈ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും കയറുന്ന ഈ ഒരു കേബിൾ കാറിലേക്ക് കയറാൻ പോകുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ ജെൻറ്റിങ് ഹൈലൈറ്റ്സിൽ മാത്രമായിട്ട് നമ്മളൊരു 8 hours സ്പെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അത്രയും കാണാനുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ക്യൂ ഒന്നും അല്ല. ടക്ക് ടക്ക് എന്ന് പറഞ്ഞത് വേഗം അങ്ങ് കയറിപ്പോവും. അങ്ങനെ ഞങ്ങളൊരു 6-8 പേര് കയറുന്ന ഒരു കേബിൾ കാറിൻ്റെ ഉള്ളിലാണ് കയറിയത്. ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിൾസും കൂടെ ഉണ്ടായിരുന്നു. ഈ ഈ പച്ച കളറിലെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 months പ്രഗ്നൻ്റ് ആയിരുന്നു. ബേബി മൂൺ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഹൈലൈറ്റ്സും ഈ കേബിൾ കാറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എത്ര ദൂരത്തിലേക്കാണ് ഇത് കയറി പോകുന്നതെന്ന് അറിയില്ല. നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോകും. പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറും വാഗമണ്ണൊക്കെ പോകുമ്പോൾ എന്താ ഒരു ഫീൽ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഈ കാണുന്നതാണ് ചിൻ സ്വീറ്റ് ടെമ്പിൾ. ഇതും ഒരു അടിപൊളിയായ പ്ലേസ് ആണ്. ഇത് നമ്മൾ ജെൻറ്റിങ് ഹൈലൈറ്റ്സ് നമ്മൾ പോവും. ഞാനത് പതുക്കെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ കേബിൾ കാറിൽ നേരെ ചെന്ന് കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ ഇത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയില്ല, ഇത് മൊത്തത്തിൽ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും. കുറച്ച് മണിയൊക്കെ ബോറോ ചെയ്തെങ്കിലും ഇത് പുള്ളിയുടെ മാത്രം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പുള്ളി മരിച്ചുപോയി, ഇപ്പം മകനാണ് ഇത് നോക്കിയെടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ അവർ കാണിച്ചു തന്നു. പക്ഷെ നമ്മൾ വാങ്ങിയില്ല. ഒടുക്കത്തെ റേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലെ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് നിന്നത്, കേബിൾ കാറിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ സ്പോട്ടാണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചിൻ സ്വീറ്റ് ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, തിരിച്ച് കേബിൾ കാർ എടുത്ത് നമ്മൾ വരുമ്പോൾ ഈ ഒരു ഇൻഡോർ പാർക്ക്, നമ്മുടെ ഇൻഡോർ പാർക്ക്, യെസ്, അഡ്വഞ്ചേഴ്സ് പാർക്ക് നമ്മളുടെ കണ്ണിൽ പെട്ടു. പാർക്ക് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര പാർക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജെൻറ്റിങ് ഹൈലൈറ്റ്സിൽ വരുമ്പോൾ ഒരു 1 day കംപ്ലീറ്റ് ഇതിന് മാത്രമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ നമ്മൾ ഈ പാർക്കിലേക്കുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. നമുക്ക് പുറത്തുനിന്നുള്ളൊരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ചിൻ സ്വീറ്റ് ടെമ്പിളിലേക്കാണ്. കാരണം ഈ ഒരു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൂപ്പറാണ്. ആൻഡ് ഈ കേബിൾ കാറിൽ കൂടെയുള്ള നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം നമ്മൾ എത്ര ഹൈറ്റിലാണ് നമ്മൾ പോകുന്നതെന്ന് ഓർത്ത് അത് എത്ര സ്മൂത്തായിട്ടാണ് പോകുന്നത്. ശരിക്കും എനിക്ക് അവിടെ പോയപ്പോൾ അവരുടെ ബിൽഡിങ്സും അവരുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എനിക്ക് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ്. കാരണം ഒരു കംപ്ലയിൻസ് ഒന്നും നമുക്ക് പറയാനില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നത്. നമ്മളവിടെ ക്യൂ നിന്ന് മുഷിയോ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഈ കേബിൾ കാറൊക്കെ അത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് ആൾക്കാർക്ക് ക്യൂ നിൽക്കേണ്ട ടൈം പോലും നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി 9 എസ്കലേറ്റേഴ്സ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ചിൻ സ്വീറ്റ് ടെമ്പിളിൽ വന്നെത്തിയത്. ആൻഡ് ഈ ടെമ്പിളിൻ്റെ സ്ട്രക്ചർ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. ആൻഡ് അവിടെ കുറേ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി കാണാനായിട്ടുള്ള ആ ഒരു വ്യൂ പോയിൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. ആൻഡ് എനിക്ക് സ്പെഷ്യലി വന്നപ്പോൾ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വയറ്റായിരുന്നു ഈ പ്ലേസ്. കാം ആൻഡ് ക്വയറ്റ്. അപ്പോൾ നമുക്കൊരു ഇന്നർ പീസ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വീണ്ടും ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ കേബിൾ കാർ എടുത്ത് നമ്മളുടെ ആദ്യം വന്ന സ്പോട്ട്, അതായത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സ്പോട്ടിലേക്ക് നമ്മൾ വന്നു.
ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. പക്ഷെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ പോലെ മൊത്തത്തിൽ ബ്ലാങ്ക് ആയ പോലെയൊക്കെ തോന്നി. പക്ഷേ ഗായ്സ് ട്രസ്റ്റ് മീ, ജെൻറ്റിങ് ഹൈലൈറ്റ്സ് നിങ്ങൾക്കൊരു വേറെ തന്നെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് കുട്ടികളൊക്കെ ഇവിടുത്തെ ടോയ്ലറ്റ്സിൽ യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവരെ റേറ്റ് ചെയ്യാൻ വേണ്ടി ജോക്കുട്ടൻ ചെന്നപാട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് അവർക്ക് 4 റേറ്റിംഗ് ഒക്കെ കൊടുത്തു. ശരിക്കും സൂപ്പർബാണ്. വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ശരിക്കും നമ്മൾ മാത്രമേ കുറച്ച് സ്റ്റക്കായി പോയുള്ളൂ എന്ന് തോന്നുന്നു. ഇവരൊക്കെ എപ്പോഴും നമ്മളെക്കാളും ഒരു പടി മുന്നിലാണെന്ന് പറയുന്നതായിരിക്കും സത്യം. തിരിച്ചു വരുന്ന വഴി ഈ ബൈക്ക് റൈഡേഴ്സിനെ കണ്ടാൽ പിന്നെ എൻ്റെ കൂടെയുള്ള 2 ബോയ്സ് വിടോ ഇവരെ തന്നെ നോക്കിയിരിക്കായിരുന്നു. അവരുടെ ബൈക്സും അടിപൊളി. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇനി നമുക്ക് പുറത്തേക്ക് പോകുന്നതിന് മുന്നേ പൂളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറയാമല്ലോ, ഒരുപാട് ഹോട്ടൽസിലും 5 സ്റ്റാർ സ്റ്റേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു പൂൾ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. ആൻഡ് മലേഷ്യയിൽ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഹോട്ടൽ നിങ്ങൾ ഓർത്തു വെച്ചോ. ദ ഫേസ് പ്ലാറ്റിനം എന്നാണ് ഇതിൻ്റെ പേര്. 29th ഫ്ലോറിലാണ് നമുക്ക് ഇൻഫിനിറ്റി പൂൾ വരുന്നത്. ആൻഡ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് പൊളിയായിരുന്നു. ലൈറ്റൊക്കെ രാത്രി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വൈബാ. ഒരു പാർട്ടിയിൽ പോയോ അല്ലെങ്കിൽ എനിക്കറിയില്ല. ദാ ഈ കാണുന്നതാണ് ട്വിൻ ടവർ. ഈ ഒരു ഹോട്ടലിൽ മാത്രം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്തപ്പോൾ കിട്ടിയ 2 വ്യൂ ആണ്. കാരണം ഇതൊരു എൽ ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ട്വിൻ ടവറിൻ്റെ വ്യൂവും കിട്ടും, KL ടവറിൻ്റെ വ്യൂവും കിട്ടും. സോ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റിൽ പൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. പിന്നെ അവിടെ പോകുമ്പോൾ ഫുൾ സ്വിം സ്യൂട്ടിലൊക്കെ നിന്നിട്ട് ആൾക്കാർ, നമ്മുടെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ, എൻ്റെ ദൈവമേ ആ ഒരു വ്യൂവും അടിപൊളിയായിരുന്നു. എന്ത് പറയാനാ. അങ്ങനെ ഞങ്ങൾ കുറേ കപ്പിൾസായിട്ട് കുട്ടികളെയൊക്കെ നമ്മൾ അവരുടെ കുഞ്ഞു പൂളിൽ, ഈ കാണുന്ന കുഞ്ഞു പൂളിലേക്ക് നമ്മളിട്ടു. ആൻഡ് നമ്മൾ 2 കപ്പിൾസും നമ്മളുടെ ടൈം കുറച്ചധികം എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ആൻഡ് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് കയ്യും കണക്കുമില്ല. കാരണം എനിക്കിവിടുന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നതിനെക്കാട്ടും എനിക്ക് ആ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ശരിക്കും ആ ആംബിയൻസ് ഫീൽ ചെയ്യണം നമ്മൾ. അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളുടെ ആ ഒരു നമ്മൾ വേറെ എവിടെയോ ആയിപ്പോയൊരു ഫീലായിരുന്നു. ഞാൻ ശരിക്കും മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി സ്വർഗത്തിലോ എന്ന് പറയുന്ന ആ ഒരു ഫീലായിപ്പോയി. സോ ഈ ഒരു ഹോട്ടൽ നിങ്ങൾ ശരിക്കും മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പോകുന്നവരാണെങ്കിൽ കൈരളി ട്രയൽസിൻ്റെ പാക്കേജ് എടുത്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഹോട്ടൽ ചോദിച്ചു വാങ്ങണം. കാരണം നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് വേറൊരു ഹോട്ടലായിരുന്നു. പക്ഷെ അവർക്ക് ട്വിൻ ടവേഴ്സിൻ്റെ വ്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, KL ടവർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പേര് മറന്നു പോകരുത്. ദി ഫേസ് പ്ലാറ്റിനം അടിപൊളിയാണ്. ആൻഡ് നമ്മളവിടെ പോയി കഴിയുമ്പോൾ നമ്മളെ ആരും ശരിക്കും പറഞ്ഞാൽ നമ്മളെ നോക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നുമില്ല. നമുക്കൊരു എന്താ പറയുക, നമ്മളും വേറൊരു ഫ്രീഡം എൻജോയ് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേര് എന്താ പറയുക നോക്കുന്ന ആ ഒരു സംഭവമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള എന്താ പറയുക, നമുക്കൊരു ഫ്രീഡം നമുക്ക് ശരിക്കും കിട്ടും. ആൻഡ് ഇവരായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലൂടെ നീളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി. ഉസ്നയും അഫ്സലും ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവരുടെ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹീം കറക്റ്റ് നമ്മുടെ ജോക്കുട്ടൻ്റെയൊക്കെ ഒരു ഏജായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കമ്പനി, അതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരും കമ്പനിയായിരുന്നു. ശരിക്കും നമ്മളങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ വൈബിന് പറ്റിയ ഒരാൾക്കാരുണ്ടെങ്കിൽ ട്രിപ്പ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഫുള്ളും ഇവർ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാൻ ഇവരും, ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഞങ്ങളും ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കപ്പിൾ ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പൂളിൽ കിടന്ന് മതി മറന്നു. ആൻഡ് ഈ കാണുന്ന KL ടവറില്ലേ, ഇതിൽ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഫുൾ കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ബ്ലൂ, നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ലൈറ്റ് ഇടുന്ന ആ ഒരു സംഭവമില്ലേ, പച്ച മഞ്ഞ നീല അങ്ങനെ കളേഴ്സ് മാറി. അപ്പം നമ്മൾ ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് ഓരോ കളറിൽ കിട്ടുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ നമുക്ക് മലേഷ്യൻ്റെ കുറേ വ്യൂസൊക്കെ നമുക്ക് കിട്ടും. സോ അത് നമ്മൾ ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തു. കാരണം നമ്മൾ രാവിലെ ബാട്ടു കേവ്സിൽ പോയപ്പോൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നടക്കുകയും സ്റ്റെപ്പ് കയറുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മൾക്ക് അത്യാവശ്യം നമ്മൾ ടയേർഡായി. ആ സംഭവം മൊത്തം നമ്മൾ പൂളിൽ കൊണ്ടുവന്നങ്ങ് തീർത്തു. ആൻഡ് പൂളിന് ശേഷം നമുക്ക് വേറെ അധികം പ്ലാൻസ് ഒന്നും ഉണ്ടായില്ല. പൂളിൽ നമുക്ക് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പോയി ഫ്രഷപ്പായിട്ട് പിന്നെ ഒന്ന് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് അടുത്ത ഫുഡ്, അപ്പോൾ നമ്മൾ ഫുഡൊന്നും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൂളിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഫുഡ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാം. കുറച്ച് നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെക്കൻഡ് ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മുടെ ഐറ്റിനറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാട്ടു കേവ്സ്, വാച്ച് ഫാക്ടറി, പിന്നെ ജെൻറ്റിങ് ഹൈലൈറ്റ്സ്, ചിൻ സ്വീ ടെമ്പിൾ, പിന്നെ നമ്മൾ
ഓൾമോസ്റ്റ് ഒരു 4 to 5 ആ ഒരു 5:30ക്കുള്ളിൽ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. പിന്നെ നമ്മളൊന്ന് പൂളിലേക്ക് ഇറങ്ങി. പൂളിൽ ഒരു 7:30 8 ആയപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് നേരെ ഇറങ്ങി. നമ്മളിതാ ഈ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 11 വരെയൊക്കെ നമ്മൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോട്ടൽ റൂമിലേക്ക്. നമ്മൾ ഒരുപാടൊന്നും നമ്മൾ ക്യാബൊന്നും ബുക്ക് ചെയ്തില്ല. നമ്മൾ അത്യാവശ്യം നമ്മൾ നടന്ന് അവിടെയൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് ഡേ 2. അപ്പോൾ ഡേ 3 കാണാം. ബൈ ബൈ.